പരിശുദ്ധമായ ഖുർആനിന്റെ 111-ാമത്തെ അധ്യായം സൂറത്തുൽ മസദ്, സൂറത്തു ലഹബ്, സൂറത്തു തബ്ബത്ത്, ഇങ്ങനെ പേര് പലതും. സൂറത്തുൽ മസദ് എന്നുണ്ട്. മസദ് എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴയുടെ നാലെന്നാണ് ഈ ചെറിയൊരു ഭാഗം. ലഹബ്, സൂറത്തുൽ ലഹബ് എന്നുണ്ട്. ലഹബ് എന്ന് പറഞ്ഞാൽ ആളിക്കത്തൽ, ആളിക്കത്തൽ. സൂറത്തു തബ്ബത്ത് എന്നുണ്ട്. തബ്ബത്ത് എന്ന് പറഞ്ഞാൽ നാശം. ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു സൂറത്താണ്. അപ്പൊ ഈ സൂറത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, ആദ്യം തന്നെ പറയുന്നതാണ് അബൂ ലഹബിന്റെ രണ്ട് കൈയും അത് നശിച്ചു പോകട്ടെ. അപ്പൊ ഈ സൂറത്ത് ഇറങ്ങാനുള്ള കാരണം ഒരുപാട് മുഹദ്ദിഥീങ്ങൾ പല രൂപത്തിലുള്ള ഹദീസ് വ്യാഖ്യാനങ്ങളൊക്കെയും പറയുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനായി പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനം തുടങ്ങി, ദഅവത്ത് തുടങ്ങി. അപ്പൊ ആദ്യത്തെ 2-3 കൊല്ലം വളരെ സീക്രറ്റായി, രഹസ്യമായിരുന്നു ദീനി പ്രബോധനം ഹബീബായ തങ്ങൾ നടത്തിയത്. കൂട്ടമായിട്ടെന്ന് പറയാനില്ല, ചില കിട്ടിയ ആളുകളോട് സ്വകാര്യമായിട്ട് ദീനിന്റെ കാര്യം പറഞ്ഞു. 2-3 കൊല്ലം അറിയാം. 40 വയസ്സിലാണ് നബിയായി. അതിന്റെ ശേഷം 2-3 കൊല്ലം സ്വകാര്യമായി, സീക്രറ്റായി, പരസ്യം കൊടുത്താതെ രഹസ്യമായി ഹബീബായ തങ്ങൾ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനം. അങ്ങനെ 2-3 കൊല്ലം കഴിയുമ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പന ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ഖുർആനാണ്, ഇങ്ങനെ സ്വകാര്യമായിട്ട് ദീനി പ്രബോധനം നടത്തിയ കാര്യമില്ല. പിന്നെ നിങ്ങൾ പരസ്യമാക്കണം. ആദ്യമായി നിങ്ങളുടെ അടുത്ത നിങ്ങളുടെ കുടുംബങ്ങൾ, ആ കുടുംബങ്ങളോട് പരിശുദ്ധമായ ദീനിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നബി അവരോട് നിങ്ങൾ നരകത്തിന്റെ കാര്യം, പരലോകത്തിന്റെ കാര്യം, അതുപോലെയുള്ള വിഷയങ്ങൾ പറഞ്ഞ് അവർക്കൊരു ഉത്ബോധനം, അവരുടെ കൽവിൽ ഒരു പേടി നിങ്ങൾ ഇട്ടുകൊടുക്കണം നബി എന്ന് പരിശുദ്ധമായ ഖുർആനിൽ ആയത്ത് ഇറങ്ങിയപ്പോ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്യ പ്രബോധനത്തിന് വേണ്ടിയാണ്. അപ്പോ അന്ന് എന്ത് വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ അന്നത്തെ കാലം മൈക്കില്ലാത്ത കാലം, മൈക്കൽ ഇപ്പൊ തുടങ്ങിയ. അപ്പോ അന്നത്തെ പതിവ് എന്ന് പറഞ്ഞാൽ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് ഒരു അനൗൺസ്മെന്റ് ചെയ്യും. ഇന്നത്തെ കുന്ന് ഇന്നലെ പോയ ആൾക്കറിയാം, ഇറങ്ങോയിൽ പോയാൽ അന്ന് കാവ നല്ല പാങ്ങായിരുന്നു. ഇന്നിപ്പോ അതാണ് തുറന്ന സ്ഥലമാണ്. ഒന്ന് വിളിച്ചാൽ എല്ലാവർക്കും കേൾക്കും പോലെയുള്ള ഒരു ചുറ്റുപാടാണ് മക്കത്തെ ഇന്നത്തെ ചുറ്റുപാട്. അപ്പൊ പണ്ടത്തെ ചുറ്റുപാട് പറയേണ്ടത്. അപ്പൊ ഇതാരാ വിളിച്ചു പറയുന്നത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദം എന്ത് ശബ്ദമാണ്, ആ കേൾക്കാൻ എന്ത് വാക്കാണ്, ആ പ്രബോധനത്തിന് എന്തൊരു ശൈലിയാണ്, എന്തൊരു സത്യസന്ധതയാണ്. അല്ലെ, അന്നത്തെ ഈ 43 വയസ്സ് വരെ മക്കയുടെ ആളുകൾ, അവിടുത്തെ ശത്രുക്കൾ പോലും ഹബീബായ തങ്ങൾക്ക് കൊടുത്ത ഒരു പേരുണ്ടായി, അൽ-അമീൻ, സത്യസന്ധൻ. ഒരിക്കലും ജീവിതത്തിൽ കളിക്കുന്ന കുട്ടിക്കാലത്ത് പോലും കളവ് പറയാത്ത ആളാണ്. കുട്ടിക്കാലത്ത് പോലും ഓടി കളിക്കുന്ന കാലത്ത് പോലും ഒരു കളവ് വാങ്ങിയിട്ടില്ല. അൽ-അമീൻ എല്ലാവരും കൊടുത്ത ഒരു പേരാണ്. അത് പൈസ കൊടുത്തിട്ട് വാങ്ങിയ പേരൊന്നുമല്ല, അവരുടെ മനസ്സറിഞ്ഞിട്ട് വിളിച്ച പേരാണ്. അപ്പൊ ഹബീബായ തങ്ങൾ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് അവിടുത്തെ കുടുംബക്കാരെ, അവിടുത്തെ നാട്ടുകാരെ മൊത്തമായിട്ട് വിളിച്ചു. എല്ലാവരും വന്നു. അമീനല്ല വിളിക്കുന്നു, അല്ലമീനല്ല വിളിക്കാം. അങ്ങനെ വന്നപ്പോ റസൂലുള്ളാഹി തങ്ങളുടെ ആ ദഅവത്തിന്റെ ശൈലി നോക്കണം. ആദ്യമായി തന്നെ നിങ്ങൾ അല്ലാഹുവിനെ വിശ്വസിക്കണമെന്ന ഒരു അടിച്ച് കയറ്റമെന്നല്ല. ഹബീബായ തങ്ങൾ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് അവിടുത്തെ കുടുംബങ്ങളോട് ചോദിച്ചു, മുഹമ്മദ് ആകുന്ന ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കോ? ഓര് പറഞ്ഞു, ആ മുഹമ്മദ് എന്തൊരു ചോദ്യം, നീ പറഞ്ഞാൽ അംഗീകരിക്കാതിരിക്കോ? എന്നാൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു അവരോട്, ഓ കുടുംബക്കാരെ, നാട്ടുകാരെ, ഞങ്ങളിപ്പോ നിൽക്കുന്ന ഈ മലയുടെ മറുഭാഗത്തിൽ നിന്ന് വലിയ ഒരു പട്ടാളം, വലിയ ഒരു സൈന്യം ഞങ്ങള് ആക്രമിക്കാൻ വേണ്ടി ആയുധങ്ങളോട് കടന്നു വരുന്നുണ്ട് എന്ന് നിങ്ങളോട് ഞാനിപ്പോ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ ആ വിഷയം അംഗീകരിക്കുമോ? പർവ്വതത്തിന്റെ മറുഭാഗത്തിൽ നിന്ന് വലിയ ഒരു സൈന്യം ഞങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അത് അംഗീകരിക്കുമോ എന്നൊരു ചോദ്യം. ഒന്നടങ്കം ആ സദസ്സിലുള്ള അവിടെ തനിച്ചുകൂടിയ ആളുകൾ മുഴുവൻ പറഞ്ഞു, മുഹമ്മദ് നമ്മൾ വിശ്വസിക്കാം. അടുത്ത നീ കളവ് പറഞ്ഞ ആളല്ലല്ലോ, ഇന്നുവരെ നീ കളവ് പറഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ നീ കള്ളം പറയൂല, നമുക്ക് ഉറപ്പാൻ, നീ പറഞ്ഞാൽ അത് ഞങ്ങൾ വിശ്വസിക്കാം. ഹബീബായ തങ്ങൾ പറഞ്ഞു, ഉറപ്പല്ലേ, വിശ്വസിക്കും, ഉറപ്പല്ലേ. എന്നാൽ അതിനേക്കാൾ ഗൗരവമായ ഒരു വിഷയമാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളോട് അതിനേക്കാൾ ഗൗരവമായ ആ കടന്നു വരുന്ന സൈന്യം അതൊന്നുമല്ല, അതിനേക്കാൾ അപ്പുറത്തെ വിഷയമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഹബീബായ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മുഅ്മിനായ മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ വിഷയം പരലോക വിശ്വാസമാണ്. പരലോക വിശ്വാസമാണ്. സ്വർഗവും നരകവും ഖബറും ബർസഖിയായ ലോകവും അതുപോലെയുള്ള വിഷയങ്ങൾ അതൊക്കെയും പറഞ്ഞു കൊടുത്ത് എന്നിട്ട് അവസാനം അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഹബീബായ തങ്ങൾ പറഞ്ഞു, ഞാൻ പരിചയപ്പെടുത്തിയ അള്ളാഹുവിന്റെ ദൂതനാണ് ഞാൻ റസൂലുള്ളാഹിയാണ്, അള്ളാഹുവിന്റെ ദൂതനാണ് ഞാൻ, നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് സദസ്സ് മുഴുവനും നിശബ്ദരായി പോയി. ഒരാളുടെയും അടക്കയില്ല. കാരണം ദാവത്ത് നടത്തിയായ ഹബീബായ തങ്ങളല്ലേ, ആ ശൈലിയും ആ വാക്കും ആ ഖൽബും സുബ്ഹാനല്ലാഹ് ആ ശബ്ദമൊക്കെ കേട്ട് സദസ്സിലുള്ള ആളുകൾ മുഴുവനും ഒന്ന് ചിന്തിച്ചു പോയെന്നാണ്. എന്ത് ഒന്ന് ഷഹാദത്ത് കഴിഞ്ഞ പറയട്ടെ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയട്ടെ എന്ന് ചിന്തിച്ചു പോയില്ല. ഒന്നും ഒരു ശബ്ദമില്ല, നിശബ്ദത. എല്ലാവരുടെയും മനസ്സ് നിറന്നുപോയി. അപ്പയാണ് അവിടെ ഫിത്നയുടെ ഒരു വിത്തിട്ട് കൊടുത്തത്. എല്ലാവരും മൗനമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ വിശ്വസിക്കട്ടെയോ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഫിത്നയുടെ ഒരു വിത്ത് അവിടെ മുളക്കുന്നത്. ആര്? അബൂലഹബ്. നിശബ്ദമായി നിൽക്കുന്ന ആ സദസ്സിൽ നിന്നിട്ട് അബൂലഹബ് വിളിച്ചു ചോദിച്ചു, യാ മുഹമ്മദ് അലിഹാദാ ജബൽതന തബ്ബൻ ലക യാ മുഹമ്മദ്. എല്ലാം പൊട്ടിപ്പോയി, എല്ലാം പൊട്ടിപ്പോയി, പാലിസായി. ആണോ എല്ലാവരും ശ്രമിക്കട്ടെയോ എന്നിങ്ങനെ കരുതി നിൽക്കുമ്പോഴാണ് അബൂലഹബ് ആ സദസ്സിൽ നിന്ന് വിളിച്ചു ചോദിച്ചത്, എന്താ? തബ്ബൻ ലക യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശമുണ്ടാവട്ടെയോ. അലിഹാദാ ജബൽതന, ഈ പൊട്ടത്തരം വിളിച്ചു പറയാനാണോ, ഈ പൊട്ടത്തരം പറയാനാണോ ഈ മക്കക്കാരായ കുടുംബക്കാരായ ഞങ്ങൾ മുഴുവനും ഇവിടെ നീ ഒരുമിച്ച് കൂട്ടിയത്? നിനക്ക് അല്ലാഹുവിന്റെ ശാപം ഉണ്ടാവട്ടെ, നിനക്ക് ദൈവത്തിന്റെ ശാപം ഉണ്ടാവട്ടെ എന്ന് അബൂലഹബ് പറഞ്ഞു. അപ്പോഴാണ് പരിശുദ്ധമായ ഖുർആനിന്റെ ഈ ആയത്ത് ഇറങ്ങിയത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂലഹബിന്റെ രണ്ട് കൈ എന്ന് പറഞ്ഞാൽ മഹാന്മാരുടെ വിശദീകരണം പറഞ്ഞത്, ഒന്ന് ദുന്യാവാണ്, മറ്റൊന്ന് ആഖിറാണ്. നിന്റെ ദുന്യാവും നിന്റെ ആഖിറവും രണ്ടും അത് നശിച്ചു പോകട്ടെ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള കൽപ്പനയുമായി മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതിക്കൊടുക്കുകയാണ്. തബ്ബത് യദാ, തബ്ബത്ത് എന്ന് പറഞ്ഞാൽ ഇതിലൊരു താഴ്ന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ മനുഷ്യ ശരീരത്തിൽ എന്തെല്ലാം രണ്ട് പാർട്സുകൾ, രണ്ട് കൈ, രണ്ട് കാല്, രണ്ട് കണ്ണ്, രണ്ട് ചെവി, ഇങ്ങനെ രണ്ട് ഉള്ളതെല്ലാം അറബി ഗ്രാമത്തിൽ അത് സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുന്നത്. സ്ത്രീലിംഗം പുള്ളിംഗമുണ്ട്. ആണുങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, പെണ്ണുങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. രണ്ട് പാർട്സ് ഉള്ളതെല്ലാം സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് മൂക്ക് ഒന്നേ ഉള്ളൂ, അത് പുള്ളിംഗമായിട്ട് ഉപയോഗിക്കും. അതുപോലെ തല ഒന്നേ ഉള്ളൂ, അത് പുള്ളിംഗം. രണ്ടെന്തല്ലുണ്ട്, അത് സ്ത്രീലിംഗം. അപ്പൊ അതുകൊണ്ടാണ് യഥാ എന്ന് പറയുമ്പോൾ ഇതിന് മുമ്പ് തബ്ബത്ത് എന്ന് പറഞ്ഞു. ഇത് പെണ്ണിനെ കുറിച്ച് പറഞ്ഞല്ല, അബൂലഹബിനെ കുറിച്ച് തന്നെ പറഞ്ഞു. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബീ ലഹബിന്റെ രണ്ട് കൈകളും എന്ന് പറഞ്ഞാൽ ദുന്യാവും ആഖിറവും രണ്ടും അത് നശിച്ചു പോകട്ടെ എന്ന ആയത്തുമായി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരും. പിന്നെ മറ്റൊരു അഭിപ്രായവും മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയും. ഏതായാലും ഹബീബായ തങ്ങളെ ആക്ഷേപിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾക്കെതിരായി അബൂലഹബ് ഫിത്നയോട് വിത്തിട്ട് കൊടുത്തങ്ങനെ. ഇപ്പൊ ഇന്നത്തെ കാലത്താണ്, അന്ന് നല്ല ഇന്നോനെ എന്തെങ്കിലും നല്ല ഉണ്ടാവുമ്പോ അതിന് ഒന്നും വന്നാലും എല്ലാം പോയി. ഒരു മാങ്ങയിൽ ഒരു പശു ഉണ്ടായാലും മാങ്ങ മുഴുവനും നല്ലതാണ്, ഒന്നുണ്ടായാൽ മതി. അത് ഇക്കാലത്തിന്റെ ഏത് നല്ലത് നടക്കുമ്പോ അതിനെ വിദ്രയാക്കാനും അതിനെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാനും ആരെങ്കിലും ഒന്ന് രണ്ടാളുകൾ ഉണ്ടാവും. ഇല്ലാത്ത കാര്യങ്ങള് അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. അത് അതിന്റെ തുടക്കക്കാരനാണ് അബൂലഹബ്. ഇതിന്റെ തുടക്കക്കാരനാണ് ഹബീബായ തങ്ങളുടെ സമുദായത്തിന്റെ തുടക്കക്കാരനാണ്. കാരണം അന്ന് അബൂലഹബ് ചിലപ്പോ അങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ ആ സദസ്സിലുള്ള മുഴുവൻ ആളുകളും അന്ന് തന്നെ വിശ്വസിക്കുമായിരുന്നതാണ്. റസൂലുള്ളാഹിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടം വരെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുമായിരുന്നില്ല എന്നും അഭിപ്രായം പറഞ്ഞ മഹാന്മാർ. അത്രത്തോളം വലിയ ഒരു വിഷമുള്ള ഫിത്നയുടെ തുടക്കക്കാരനാണ് അബൂലഹബ്. അതുകൊണ്ടാണെന്ന് പറഞ്ഞത് തബ്ബത് യദാ, ദുന്യാവും ആഖിറവും രണ്ടും നിന്നത് പോട്ടടോ എന്നാണ് കൽപ്പന. ഏതാവട്ടെ അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. ഫിത്നയില്ലാതെ നല്ല ശുദ്ധ മനസ്സോടെ ആളുകൾക്ക് നസീഹത്ത് പറഞ്ഞ്, ആളുകളോട് സത്യം പറഞ്ഞ്, സ്വന്തമായി സത്യം ചെയ്ത് പടച്ചറപ്പിന്റെ പൊരുത്തം കൈവരിക്കുന്ന ആളുകളിൽ പടച്ചവനെ ഞങ്ങളെയും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ നാട്ടുകാർ, സ്നേഹിതന്മാർ, ബന്ധപ്പെടുന്ന എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പരിശുദ്ധമായ ഖുർആനിന്റെ ഓരോ സൂറത്തുകളും അല്ലാഹ് നിന്റെ മഹാന്മാരായ സ്വഹാബത്തിന്റെ വലിയ മാറ്റം ഉണ്ടാക്കിയതാണല്ലോ.
അവിടുത്തെ താപീയങ്ങൾ താപീയങ്ങൾ അവർക്കൊക്കെയും പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് ഈമാനികമായ വലിയ ആവേശവും വലിയ പ്രകാശവും അവരുടെ കൽവിൽ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ ഖുർആൻ കൊണ്ട് നമ്മുടെ കൽവിനൊന്നും വെളിച്ചം നൽകണേ അല്ലാഹ്. നമ്മുടെ ജീവിതത്തിനൊന്നും മാറ്റം തരണേ അല്ലാഹ്. സ്വാലിഹീങ്ങളായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ഖുർആൻ ഒരു സബബാക്കി തരണേ അല്ലാഹ്. ഖുർആനിന്റെ ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ വേദാറുകളും വിഷമങ്ങളും പ്രയാസങ്ങളും നീ തീർത്തു തരണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ചെറുതും വലുതുമായ പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. പലരും ഹോസ്പിറ്റലുകളിൽ രോഗികളായി കഴിയുന്നു. പലരും ഒരേ കാലങ്ങളായി വീടുകളിൽ രോഗികളായി കഴിയും. എല്ലാവർക്കും നീ ശിഫാ നൽകുമ്പോ നമുക്കൊരു ആഫിയത്ത് ആരോഗ്യം അത് മരിക്കുന്നത് വരെ നിലനിർത്തണേ റഹ്മാൻ. ചെറുതോ വലുതുമായ ഒരു അപകടത്തെയും ഞങ്ങൾ ആരെയും നീ പെടുത്തല്ലേ അല്ലാഹ്. സലാമത്ത് നൽകണേ റഹ്മാൻ. എപ്പോഴും വാഹനങ്ങളിൽ മറ്റും യാത്ര ചെയ്യുന്നവരാണല്ലോ. സദാ സമയത്തും നിന്റെ പ്രത്യേകമായ കാവലും ഞങ്ങൾക്കും എല്ലാ യാത്രക്കാർക്കും മറ്റുള്ളവർ യാത്ര ചെയ്യുമ്പോൾ വഴി അരികിലൂടെ നടന്നു പോകുന്ന ആളുകൾക്കും നീ നൽകണേ റഹ്മാൻ. അല്ലാഹ് കടലിൽ പോയി അധ്വാനിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവരുടെ തൊഴിലിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അവരുടെ യാത്രയിൽ സലാമത്ത് നൽകണേ റഹ്മാൻ. അല്ലാഹ് നാട്ടുകാരായ ഞങ്ങളും പല രൂപത്തിൽ നമ്മുടെ ഭാര്യമക്കളെ കുടുംബങ്ങളെ പോറ്റാൻ അധ്വാനിക്കുന്നവരും കഷ്ടപ്പെടുന്നവരുമാണ് റഹ്മാൻ. നമ്മുടെ മനുഷ്യത്തിന്റെ വഴിയിൽ ഖൈർ നൽകണേ അല്ലാഹ്. ബർക്കത്ത് നൽകണേ അല്ലാഹ്. പ്രവാസികളായി അധ്വാനിക്കുന്ന നമ്മുടെ എല്ലാ കുടുംബങ്ങളും നാട്ടുകാരും സ്നേഹിതന്മാരും ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. കാലത്ത് പഠിച്ചവനെ അല്ലാഹ് നമുക്ക് പറ്റുന്നതുപോലെയുള്ള ദീനീ പ്രബോധനങ്ങൾ ഇവിടെ നടത്തുന്നു. പഠിച്ചവനെ നമ്മുടെ നാട്ടിലുള്ള പള്ളി, നമ്മുടെ നാട്ടിലുള്ള മദ്രസകൾ അതിന്റെ ഒക്കെയും അടയാളമാണ് നമുക്ക് അതിനു വേണ്ടി പ്രവർത്തിച്ച എത്രയോ നമ്മുടെ പള്ളി കമ്മിറ്റി ഭാരവാഹികളായിരുന്ന ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ടവർക്ക്. നമ്മുടെ മദ്രസയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവർ, മദ്രസയിൽ അറിവ് പഠിപ്പിച്ച ഉസ്താദന്മാരിൽ, മദ്രസയിൽ പഠിച്ച വിദ്യാർത്ഥികളിൽ എത്രയോ ആളുകൾ മരിച്ചുപോയുള്ള അവർക്കെല്ലാം പഠിച്ചവരെ നീ അവരുടെ ബർസഖിയായ ലോകം പ്രാപ്തമാക്കല്ല. അവർക്ക് നീ പൊരുത്തു കൊടുക്കണേ ഉണ്ട് അല്ലാഹ്. ഇന്ന് നമ്മുടെ പള്ളിയും മദ്രസയും അതിന്റെ ചിത്രാനെ പിടിച്ച് അതിന്റെ ഖാദിമീങ്ങളായി പ്രവർത്തിക്കുന്ന ഇവിടുത്തെ കമ്മിറ്റിക്കാർ, നാട്ടുകാർ അല്ലാഹ് നല്ലവരായ ഒരുപാട് ദീനീ സ്നേഹികൾ അവർക്കെല്ലാം നീ ബർക്കത്ത് നൽകണേ ഉണ്ട്. അതിന്റെ സന്തോഷം ദുനിയാവിലും ആഖിറത്തിലും നീ കാണിച്ചു കൊടുക്കണേ ഉണ്ട്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه وسلم.